ശാന്തിയും നീ അങ്ങേ ഞാൻ ആരാധിക്കും. സത്യവും നീ ശാന്തിയും നീ അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. എന്റെ യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. കൈകൾ ഉയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആദിയും നീയേ അന്തവും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. ആദിയും നീ അന്തവും നീ അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. എന്റെ യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ യേശുവേ ആരാധന. ഈശോ ആരാധന. ഹല്ലേലൂയ യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. എന്റെ യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. ഞാൻ ഈ സ്വകാര്യമായിട്ട് ഈ അമ്മയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വ്യക്തിപരമായ അനുഭവങ്ങളാണ് നിങ്ങളോട് പറയണത്. അപ്പോൾ മനസ്സിലായി, ഇത് അമ്മ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ്, കളി മാറുകയാണെന്ന് മനസ്സിലായി. കാര്യം ഞാനിത് ഈ പ്രത്യക്ഷീകരണം സഭയെ പേടിച്ച് ആവശ്യമില്ലാത്തൊരു വേസ്റ്റ് പേടിക്കലായിട്ട് ഞാനിത് പതുക്കി വെച്ചിരിക്കുകയായിരുന്നു. അമ്മ ഇപ്പോൾ വിഷയം നേരിട്ട് ഏറ്റെടുത്ത്, സെൻട്രൽ കമ്മിറ്റി നേരിട്ട് വിഷയം ഏറ്റെടുത്ത്. അപ്പോഴെനിക്ക് വാടിപ്പെട്ടി വെച്ചൊരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നായിരുന്നു. അതിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ഇപ്പോൾ നിങ്ങൾ വായിക്കണത്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉൾപ്പെടെ. അവിടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അകത്ത് ഈ പ്രകൃതിയും
ഇപ്പം കാർബണിൻ്റെ കളറല്ലേ ശരിക്കും പറഞ്ഞാൽ. കരിമേഘങ്ങളുടെ ഒരുതരം കളറ് കലുഷിതമായ അന്ത്യകാലത്തിൻ്റെ നിറമാണ്. ഈ അന്ത്യകാലത്തിൻ്റെ നിറം, സമയത്തിൻ്റെ ചുരുക്കവും എല്ലാം ഈ വല്ലാത്ത വിഷയങ്ങളാണ്. ഇന്നുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പ്രത്യക്ഷീകരണങ്ങളിൽ ടോപ്പ് സീരിയസ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു വിഷയമാണിത്. അതനുസരിച്ച് തന്നെ വല്ലാത്ത അനുഭവങ്ങൾ വരാൻ തുടങ്ങി ആൾക്കാർക്ക്. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അതിൻ്റെ പേരിൽ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി, അതായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അതാണ് വാടിപ്പെട്ടി വെച്ച് കിട്ടിയ പ്രത്യക്ഷ പ്രാർത്ഥന. അതിനകത്ത് 8-10 ലൈനേ ഉള്ളൂ. അപ്പോൾ കൃപാവര പദ്ധതി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നീട് ആ പ്രാർത്ഥന മാറ്റിയിട്ട് പുതിയ പ്രാർത്ഥന ചെയ്തു തന്നത്. ഇപ്പോഴത്തെ പ്രാർത്ഥന ആദ്യത്തെ പ്രാർത്ഥനയല്ല. വാടിപ്പെട്ടി വെച്ച് കിട്ടിയ പ്രാർത്ഥനയിൽ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമെന്നാണ്. അത് മാത്രം പ്രാർത്ഥിച്ച് 6 മാസം പ്രാർത്ഥിച്ച് ആയിരക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിച്ച് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അങ്ങനെ 6 മാസം പ്രാർത്ഥിച്ച് ഒരു ദിവസം വേളാങ്കണ്ണിയിൽ 90 ജപമാല ചൊല്ലിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ വിജയകുമാർ പറയണത്, എഗ്രിമെൻ്റ് എന്താണ് വെച്ചാന്ന് ചോദിച്ചു. എഗ്രിമെൻ്റ് ഞാൻ പറഞ്ഞു എന്താണ്? അല്ല, എഗ്രിമെൻ്റ് അത് നമ്മൾ തിരിച്ചു പോകാൻ നേരത്തെ എഗ്രിമെൻ്റ് എന്ന് അമ്മ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കുള്ള മെസ്സേജാണ് അതെന്ന് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, സാറേ അത് എഗ്രിമെൻ്റ് അല്ല, അത് ഉടമ്പടിയാണെന്ന് പറഞ്ഞു. കാര്യം പരിശുദ്ധാത്മാവ് ഉടനെ അത് വ്യാഖ്യാനവരം കിട്ടി. അതിൻ്റെ സാറിന് എഗ്രിമെൻ്റ് എന്നാണ് പറഞ്ഞെങ്കിലും എനിക്ക് വ്യാഖ്യാനവരം കിട്ടി. വ്യാഖ്യാനവരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ സാർ അത് എഗ്രിമെൻ്റ് അല്ല, അത് ഉടമ്പടിയാണ്. ഉടമ്പടിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞത് ഓർമ്മയുള്ളൂ. പിന്നെ വിഷയം സീൻ ഉടനെ ചേഞ്ചാവും. എന്നിട്ട് ഉടനെ ഞാൻ പറയും, സാറേ പേപ്പർ കീറി എടുത്തേ. അപ്പോൾ സാർ ഉടനെ താഴെ ഇരുന്ന് കെട്ടിയും പൊട്ടി പോരാൻ പോകുകയായിരുന്നു. രണ്ടാമത് സുഹൃത്ത് ബാഗ് തുറന്ന് പേപ്പർ എടുത്ത് ഒരു പേപ്പർ എനിക്കും തന്ന് ഒരു പേപ്പർ സാറിനും എടുത്ത് ഞാൻ കിഴക്കോട്ട് പോയി വേഗലമാതാവിൻ്റെ മുമ്പിൽ പോയി 4 കൊന്തയില്ലേ. ഞാൻ പറഞ്ഞു, ഇപ്പം അമ്മ കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും, ഇത് നിങ്ങൾ എഴുതി വെക്കാൻ പറഞ്ഞു. ആ പേപ്പർ അദ്ദേഹത്തിന് കൊടുത്ത് എനിക്ക് തന്ന പേപ്പറും കൊണ്ട് ഞാൻ കിഴക്കോട്ട് പോയി 4 കൊന്തയില്ലേ. 4 കൊന്തയില്ലേ. അപ്പോൾ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം ഞാൻ നിറച്ച് എഴുതിയെടുത്തുകൊണ്ട് തിരിച്ച് ഇങ്ങേടുത്ത് 4 കൊന്തയും കഴിഞ്ഞ് ഇങ്ങേടുത്ത് വരുമ്പോൾ ഇങ്ങനെ വിഷണ്ണനായിരിക്കുക. ഞാൻ പറഞ്ഞു, എന്നാ പറ്റി? അമ്മ തന്ന് എഴുതിയ കാര്യങ്ങളൊക്കെ നിറച്ചുകൊണ്ട് പുള്ളിയുടെ പേപ്പറെ. പക്ഷെ അതെല്ലാം പാപങ്ങളെക്കുറിച്ചാണ് പറയണത്. എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ ബ്ലെസ്സിങ്സാണ്, നിറച്ച് ബ്ലെസ്സിങ്സ്. അപ്പോൾ ഇത് തമ്മിൽ ഒക്കണില്ല. പുള്ളിയുടെ കയ്യിലുള്ളത് പാപം, എൻ്റെ കയ്യിലുള്ള ബ്ലെസ്സിങ്സ്. ഞാനിങ്ങനെ കുറച്ച് നിറച്ച് വെച്ചിട്ട് വിശ്വാസപ്രമാണം ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലി. മലയാള പള്ളിയിൽ നിന്നുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി. ഇപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, എന്തും തുറന്ന് കിട്ടും. വിശ്വാസപ്രമാണം ഒരു താക്കോലാണ്, ഒരു താഴുമാണ്, ഒരു താക്കോലുമാണ്. വിശ്വാസപ്രമാണം കൊണ്ട് നമുക്ക് പൂട്ടുകയും ചെയ്യാം, തുറക്കുകയും ചെയ്യാം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പം ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരണം. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ ആ വീട് പൂട്ടണത് നിങ്ങൾ ആ വിശ്വാസപ്രമാണം ചൊല്ലി പൂട്ടിക്കളണം ആ വീട്. അപ്പം പിന്നെ ഒരു ചലിക്കത്തില്ല. അതിന് ഒരു പാമ്പ് പോലും കയറത്തില്ല അതിൻ്റെ അകത്ത്. അതുപോലെ തന്നെയാണ് തുറക്കണതും. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ട വിശ്വാസപ്രമാണമാണ് ചൊല്ലണത്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാവണില്ല. ഇപ്പോൾ ഒരു കാര്യത്തിൽ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്, ഇന്ന് ആരൊക്കെ കാണാൻ പറ്റും, അവരവിടെ ഉണ്ടാകുമോ, നമ്മൾ ചെല്ലുമ്പോൾ അവർ അംഗീകരിക്കുമോ, പറയണ കേൾക്കുമോ, പോകുന്ന കാര്യം നടക്കുമോ. അപ്പോൾ ആദ്യം ചെല്ലേണ്ടത് ഓപ്പൺ ചെയ്യേണ്ടത് താക്കോൽ വിശ്വാസപ്രമാണമാണ്. വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് വേണം നിങ്ങൾ വേറെ എന്ത് പ്രാർത്ഥനയും ചെല്ലാൻ. ഇപ്പം ഞങ്ങളുടനെ ഇത് മനസ്സിലാവണില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഉടനെ ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി. വിശ്വാസപ്രമാണം ചൊല്ലിയ ഉടനെ ഈ സാധനം തുറന്ന് കിട്ടി. എന്താണ്? അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അപ്പോഴാണ് അത് ഉടമ്പടിയാണത്. അപ്പം അത് ഓപ്പണായി. എന്താണ്? അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ ഈ 2 പേപ്പറിന് നടുക്കുള്ള വാക്കതാണ്.
എൻ്റെ പേര് റിജി പ്രിൻസൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി വിമല കൃതകനാഥ ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് മകനാണ് വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ അൾത്താരയിലെ 3ാമത്തെ സാക്ഷ്യമാണിത്. ഞാൻ ഉടമ്പടി എടുത്തത് 7/1/2019 ഞാൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾ ആദ്യം ഇവിടെ ഇല്ലായിരുന്നു, ഞങ്ങൾ ചെന്നൈയിലായിരുന്നു. ഞാനും ഹസ്ബൻഡ് എല്ലാവരും ചെന്നൈയിലായിരുന്നു. ഞങ്ങൾ അവിടെ 2014 ഞങ്ങൾക്ക് ഭാഗമായിട്ട് കുറച്ച് സ്ഥലം കിട്ടിയിരുന്നു. ആ സ്ഥലം വിൽക്കാനായിട്ട് ഞങ്ങൾ ഒത്തിരി പരിശ്രമിച്ചു. ഞങ്ങൾ പല സ്ഥലങ്ങളിലും നേർച്ച നേർന്നും ഞങ്ങളിതിൽ കുറച്ച് സ്ഥലം പള്ളിയിലേക്ക് നേർച്ചയായിട്ട് നേർന്നു കൊടുക്കാമെന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് ഒന്നും സാധിച്ചില്ല. ഞങ്ങൾ 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഞാനും ഹസ്ബൻഡും കൂടിയാണ് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഈ വർഷം 2025 ഞങ്ങൾക്ക് ഈ സ്ഥലം വന്ന് കാണാൻ പലരും വന്ന് കാണും. പക്ഷേ ഞങ്ങൾക്കത് പാടാണ്, വഴിയില്ല. പല കാരണങ്ങളാൽ അത് ഒരു റെയിൽവേ ട്രാക്ക് കടന്നു വേണം ഈ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ. ഒരു ചെറിയൊരു ബണ്ട് വഴിയാണ്, അതിനാൽ പോകാൻ പറ്റാത്തതിനാൽ ആരും അത് വേണ്ട എന്നാണ് പറയുക. അതിൽ കുറച്ച് സ്ഥലം ഒരു സൈഡ് പുഴയുടെ ഭാഗമായതുകൊണ്ട് അവർ പറയും അത് ചെളിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ്, അതിൽ 2 ഏക്കർ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പല കാരണങ്ങളാണ് പലരും പറഞ്ഞിരുന്നത്. എനിക്കാണെങ്കിൽ ഭാഷ അറിയില്ല. ഞാൻ തമിഴ് അവിടുത്തെ പഠിച്ച് മാതാവ് എന്നെ പഠിപ്പിച്ചു തന്നു. ഞാൻ ഓരോ പാർട്ടി വിളിക്കുമ്പോഴും ഞാൻ അവരോട് എൻ്റെ വായിൽ ഉപ്പ് ഇട്ട് ഞാൻ സംസാരിക്കും അവരോട്. എനിക്കറിയില്ല എങ്ങനെയാണ് ഇത് കച്ചവടം നടത്തുന്നത്. എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു പാർട്ടി വരികയും എൻ്റെ സിൽവർ ഗ്രേ ഉടമ്പടിയാണ് ഞാൻ 15ാമത്തെ പുതുക്കലിൽ എൻ്റെ മാതാവ് ഒരാളെ ഇടപെട്ട് കൊണ്ടുവരികയും ആ സ്ഥലത്ത് വന്ന് കാണുകയും അവർ വന്ന് നാട്ടിൽ വരികയും ജൂലൈ മാസത്തിൽ അഡ്വാൻസ് തരികയും 2025 ആഗസ്റ്റ് മാസത്തിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തി തരികയും ചെയ്തു. ആ സ്ഥലം കാണാൻ വന്നപ്പോൾ അവരും പറഞ്ഞു, ഇതുപോലെ പല കാരണങ്ങളും പറഞ്ഞിരുന്നു. പക്ഷേ അമ്മ മാതാവ് അത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ എനിക്ക് അത് കച്ചവടം നടത്തി തന്നു. അതിന് അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. അത് 2014 തൊട്ട് ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ പേരിലായ സ്ഥലമാണ്. 11 വർഷമായി അത് വിൽക്കാൻ നോക്കുന്നത്. ഇപ്പോഴാണ് അമ്മ മാതാവ് എനിക്കത് നടത്തി തന്നത്. ഞാൻ 2 പ്രാവശ്യം അച്ഛനെ വന്ന് കാണുകയും വെഞ്ചിരിച്ച കാശ് രൂപ അവിടെ കൊണ്ടുപോയി കുഴിച്ചിടുകയും വിജയകുമാർ സാറിനെ എടുത്ത് വന്ന് 2 പ്രാവശ്യം വന്ന് 2 ചൊവ്വാഴ്ചകൾ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ട് പിന്നെ ഡെയിലി ബ്രെഡിൽ ഞാൻ എൻ്റെ ആധാരം വെച്ച് എന്നും പ്രാർത്ഥിക്കും. ആ ഡെയിലി ബ്ലെസ്സിങ് കിട്ടുവാനായിട്ട് ആധാരത്തിന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ എല്ലാ ഫലമായിട്ടാണ് എനിക്ക് ആ സ്ഥല കച്ചവടം നടന്നു കിട്ടിയത്. അതിൻ്റെ അവസാന നിമിഷത്തിൽ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, എനിക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അമ്മ മാതാവേ, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല, നീ എന്നോട് ഒരു വഴി എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ. അമ്മ മാതാവേ, ഞാൻ പറയണു നിന്നോടൊരു റേറ്റ്, ആ റേറ്റിന് തന്നെ എനിക്ക് വിറ്റ് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ റേറ്റിന് തന്നെ അമ്മ മാതാവ് എനിക്കത് നടത്തി തന്നു. അതിനും 1000 നന്ദി പറയണു. അവസാന നിമിഷത്തിൽ ഇതുപോലെ തന്നെ അത് ഞങ്ങൾ നാട്ടിലായതുകൊണ്ട് അവിടെ ആരുമില്ല, അത് പലരും എടുത്തിട്ട് പോവും, അവിടെയുള്ള ആൾക്കാർ എടുത്തിട്ട് പോവും, കയ്യേറി പോവും, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം അമ്മ മാതാവിനെ കരകയറ്റി ഇവിടെ വരേക്കും. എന്നോട് തമിഴ് അറിയില്ല, സംസാരിക്കാൻ അധികമൊന്നും അറിയില്ല, കുറച്ച് മാത്രം. ഭർത്താവിനാണെങ്കിൽ സംസാരിക്കാൻ പറ്റത്തില്ല. ആൾക്ക് 6 വർഷമായിട്ട് സ്ട്രോക്ക് വന്നിരുന്ന വ്യക്തിയാണ്. തളർന്നു കിടന്ന വ്യക്തി ഇപ്പോൾ ഇങ്ങനെയായി മാതാവ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അമ്മ മാതാവ് നടത്തി തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എല്ലാം നല്ല രീതിയിൽ നടത്തി തന്നു. അതിന് 1000 നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എൻ്റെ ഒരു മാല കാണാതായിപ്പോയി. അത് ഒത്തിരി ദിവസമായി, 1 മാസത്തോളമായി ഞാൻ നവംബർ മാസത്തിൽ അന്വേഷിച്ച് തുടങ്ങിയതാണ്. പക്ഷേ അത് എനിക്ക് കിട്ടണില്ല. ഞാൻ എവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ എവിടെയാണെന്ന് അറിയണില്ല. 1 മാസമായി ടെൻഷൻ ആകെ കൂടിപ്പോയി. 4-5 പ്രാവശ്യം ഞാൻ അളമാരിയെല്ലാം തപ്പി. അവസാനം ഞാൻ ഇൻസ്റ്റയിൽ കണ്ടു, പെട്രോളിയം, അച്ഛൻ്റെ ഒരു ടോക്കാണ്, പെട്രോളിയം കത്തണ പോലെ കത്തും, നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്ന് 10 പ്രാവശ്യം പറഞ്ഞു. ഞാനിത് കണ്ടതും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച്
1-2 ദിവസത്തിനുള്ളിൽ എനിക്ക് പെട്ടെന്ന് ആ മാല എവിടെ ഇരിക്കുമെന്ന് കണ്ടെത്തുകയും അത് കിട്ടുകയും ചെയ്തു. അതിനിടയിൽ വേറൊരു മാലയും കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തെരച്ചിലിൻ്റെ ഇടയിൽ ഈ മാലയും കൂടി എവിടെയാണെന്ന് എനിക്ക് അറിയണില്ല. ഞാനത് കഴിഞ്ഞ് പിന്നെ ആകെ ടെൻഷനായി പോയി. ഇതുപോലെ വീണ്ടും എനിക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനെ തന്നെ വരിക, നീ പെട്രോളിയം കത്തണ പോലെ കത്തും, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ ആ മാലയും എനിക്ക് തിരിച്ച് കിട്ടി. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ മകനെ +2 ഞാൻ ഹോൾ ടിക്കറ്റ് കൊണ്ട് ഇവിടെ പരീക്ഷാ സമയത്ത് അച്ഛനെ കണ്ടുവന്ന് പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് വീട്ടിലെത്തിയപ്പോൾ മഴവില്ല് കാണാനായിട്ട് സാധിച്ചു. അവൻ +2 പാസ്സാവുകയും ചെയ്തു. അത് 4ാമതായിട്ട് എൻ്റെ മകനെ അഡ്മിഷൻ കിട്ടാനായിട്ട് കീമിൻ്റെ എക്സാം എഴുതിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, എനിക്ക് ഈ കോളേജിൽ മാത്രമേ എനിക്ക് സീറ്റ് വേണ്ടൂ, വേറൊരു കോളേജിലും വേണ്ട. അപ്പോൾ അവർ പറഞ്ഞു, കീം എഴുതിയിട്ടില്ല, അതിനാൽ കിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ വേറെ എവിടെയും അന്വേഷിച്ചില്ല. പലരും പറഞ്ഞു എന്നോട് പോയി അന്വേഷിക്കാൻ. ഞാൻ പോയില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, നീ എന്നെ കൈവിടരുത്. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞു. ഞാൻ ഈ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് മാസത്തിൽ ചെന്നൈ പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ മാതാവിൻ്റെ വലിയ കൃപയാൽ അവർ വിളിക്കുകയും ആ കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞങ്ങൾ ചെന്നൈയിലേക്ക് രജിസ്ട്രേഷന് പോകുമ്പോൾ അമ്മ മാതാവിനെ കൂടെ കൊണ്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ കാറിൽ പോകുമ്പോൾ പില്ലോ വെച്ച് അതിൻ്റെ മേളിൽ മാതാവിൻ്റെ സ്റ്റാച്ചു വെച്ചാണ് ഞങ്ങൾ പോയത്. എനിക്ക് സംസാരിക്കുവാനോ എൻ്റെ കൂടെ സംസാരിക്കുവാനോ എനിക്ക് ആരുമില്ല, അമ്മ മാതാവ് മാത്രമാണുള്ളത്. ഇവിടെ നിന്ന് യാത്രയായി രാവിലെ ഒരു 4:45 ഞങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന് മയങ്ങിപ്പോയി. ഒരു സ്വപ്നം കണ്ടു. പെട്ടെന്ന് ഒരു എന്തോ ഇടിക്കാൻ പോണ വണ്ടി ബ്രേക്ക് കിട്ടാത്ത പോലെ ഇങ്ങനെ എന്തൊരു സൗണ്ട് പോലെ എനിക്ക് തോന്നി. കണ്ണ് തുറന്നതും പെട്ടെന്നൊരു ഷെയ്ക്കാവലും അമ്മ മാതാവ് എൻ്റെ മടിയിൽ തലവണയിലാണ് ഇരുന്നിരുന്നത്. മാതാവ് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് വണ്ടി ഡ്രൈവർ ഉറങ്ങിപ്പോയി. ആൾ പെട്ടെന്ന് എഴുന്നേറ്റു, ഡോറ് നിർത്തി. ആളൊന്നും പറയണില്ല, ഡോറ് നിർത്തി പുറത്ത് പോയി നോക്കി. പക്ഷെ ആൾ ഉറങ്ങിപ്പോയതായിരുന്നു. അതിന് വലിയൊരു അപകടത്തിൽ ഞങ്ങളെ കാത്തുരക്ഷിച്ചു. അതിനും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ സ്ഥലം വിറ്റതിന് ശേഷം ഞങ്ങൾക്ക് 3 പള്ളികൾക്കായിട്ട് ഞങ്ങൾ പൈസ കൊടുക്കാൻ സാധിച്ചു. അതിനും വലിയ ഉപരിയായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് ഒരു ഭവനം പണിയുവാനായിട്ട്. ഒത്തിരി കഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഒരു മക്കളായിരുന്നു. അവരുടെ ഭവനം പണിയുവാനായിട്ട് ഞങ്ങൾക്ക് പൈസ കൊടുക്കാൻ സാധിച്ചു. അതിനും 1000 നന്ദി പറയുന്നു. മെഡിക്കൽ കോളേജിൽ ആരോരുമില്ലാത്ത രോഗികളുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് മാസത്തിലൊരിക്കലും ഞങ്ങൾ 4 പേര് കൂടിയിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച്, നോൺ വെജായിട്ടുള്ള ഭക്ഷണം വെച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിനമ്മ മാതാവിന് ഇപ്പോൾ ഒരു 2 വർഷത്തോളമായി ഞങ്ങളങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിന് 1000 നന്ദി പറയുന്നു. 6 പ്രാവശ്യം ഇവിടുത്തെ അഖണ്ഡ ജമാലയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മകൾ 5 പ്രാവശ്യത്തോളം പങ്കെടുത്തിരുന്നു. ആ മക്കൾക്ക് 2 മക്കൾക്ക് വരാൻ പറ്റിയിട്ടില്ല. അവരെയും പ്രത്യേകം സമർപ്പിക്കുന്നു. അവർക്കും കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. 2ാമത്തെ മകൾക്ക് വളരെയധികം എപ്പോഴും ടിക്കറ്റ് കിട്ടാൻ മംഗലാപുരത്തേക്ക് പോകണം, ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, ഈ മകളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അമ്മ മാതാവ് തന്നെ ഇവർക്ക് ഒരു അടയാളം കാണിച്ചു കൊടുക്കണമേ. ഇവർക്കും 2-3 ദിവസത്തിനുള്ള തക്കലിന് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടിയിരുന്നു. പലരും പലതരത്തിൽ സാധാ ടിക്കറ്റിന് പോകാമെന്ന് പറഞ്ഞിരുന്നു. മകളുടെ വിശ്വാസത്തിന് വേണ്ടി അമ്മ മാതാവ് ഒരു അടയാളം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ടിക്കറ്റ് ലഭിക്കുകയും ആ മകൾക്ക് അതിൽ പോകാൻ സാധിക്കുകയും ചെയ്തു. അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ആത്മീയ ജീവിതം ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്, ഡെയിലി കുർബാനയ്ക്ക് പോവും. കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ വളരെയധികം വിഷമമാണ്. ഒരു ദിവസം പോലും കുർബാന മുടങ്ങത്തില്ല. എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോവും. എല്ലാത്തിനും 1000 അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. നിത്യത വരെ അമ്മയോട് കൂടി ആയിരിക്കുവാനായിട്ട് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, ഈശോയെ നന്ദി, 1000 നന്ദി പറയുന്നു. ഞങ്ങൾ 5 പേര് ഫുഡ് കൊടുക്കണവരുണ്ട്. അതിൽ ഞങ്ങൾ 5 പേരുടെ വീട്ടിൽ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് സെപ്റ്റംബറിലും ഒക്ടോബറിലുമായിട്ട് അഖണ്ഡ ജപമാല ഓരോ ദിവസം വെച്ച് ഞങ്ങൾക്ക് നടത്താനായിട്ട് സാധിച്ചു. അതും അമ്മ മാതാവിൻ്റെ വലിയൊരു കൃപയാലാണ് സാധിച്ചത്. എനിക്കറിയില്ല, എല്ലാവരും എന്നോട് പറയും, നീ പ്രാർത്ഥിക്കുക.
എനിക്ക് ഒന്നും അറിയത്തില്ല. പക്ഷേ അമ്മ മാതാവ് ഓരോരുത്തരായിട്ടും എന്നോട് പ്രാർത്ഥിക്കാൻ പറയാനായിട്ട് അങ്ങനെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരെ കേൾക്കാനായിട്ട് ഓരോ ദിവസവും അമ്മ മാതാവ് എൻ്റെ മക്കൾ ചീത്ത പറയും, ഏത് നേരം ഫോൺ വിളി മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മ മാതാവ് ഓരോരുത്തരെയും എനിക്ക് അവരുടെ വിഷമങ്ങൾ എന്നോട് പറയുമ്പോൾ അവർക്കൊരു സമാധാനം എന്ന് പറയുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനും 1000 നന്ദി പറയുന്നു. ഈശോയ്ക്കും തമ്പുരാന് 1000 നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത്, എൻ്റെ പേര് സാലമ്മ, എൻ്റെ ഭർത്താവ്, 2 മക്കൾ. ഞാൻ കുമരകത്തുനിന്ന് വരുന്നു. സെൻറ്റ് ജോൺസ് നെപ്പോംസാനോസ് ജ്ഞാനായ കാത്തലിക് ചർച്ചാണ് എൻ്റെ ഇടവക. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2019. ആ ഒരു വർഷം ഞാൻ എല്ലാ മാസവും വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിന് ശേഷം കൊറോണയ്ക്ക് ശേഷം 2023 വീണ്ടും ഞാൻ ഉടമ്പടി വന്ന് പുതുക്കുന്നത്. ആദ്യമായി എൻ്റെ രണ്ടാമത്തെ മോള് ജർമ്മൻ പാസ്സായി. മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് അവൾക്ക് B2 പാസ്സായി പോകുവാൻ സാധിച്ചു. അവൾ പോയി പിറ്റേ ദിവസം ക്ലാസ് തുടങ്ങുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ ഓരോ ദിവസവും കഴിഞ്ഞ് 5 മാസമായിട്ടും അവൾക്ക് ക്ലാസ് തുടങ്ങാതിരുന്ന് ഏപ്രിൽ മാസമാണ് അവൾ പോയത്. വീണ്ടും അടുത്ത ഇൻടേക്ക് സെപ്റ്റംബറിലാണ്. ഓഗസ്റ്റ് ആയപ്പോഴത്തേക്ക് ഇവൾ വീണ്ടും വിളിച്ച് പറയുന്നു, ഇവൾ അഡ്മിഷൻ എടുത്തിരുന്ന കോളേജിൽ ഇവർക്ക് കിട്ടത്തില്ലെന്ന് പറയുന്നു. അപ്പോൾ ഇവൾ വിളിച്ച് പറഞ്ഞു, ഒത്തിരി സങ്കടപ്പെട്ട് വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിക്കുക, അത് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു രോഗിയെ കാണാൻ പോയിരിക്കുമായിരുന്നു. ഞങ്ങളുടെ പള്ളിയിലെ സംഘടനയിൽ നിന്ന് ഒരു രോഗിയെ കാണാൻ പോയിരിക്കുമായിരുന്നു. അവിടെ വെച്ചാണ് ഇവൾ വിളിച്ച് പറയുന്നത്. അപ്പോൾ ഇവൾ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, എനിക്ക് അപ്പടി സങ്കടമായി. അതിനുശേഷം അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച്, എൻ്റെ അമ്മ ഇവക്ക് അഡ്മിഷൻ കിട്ടി, സാക്ഷ്യം പറയാനായിട്ട് അനുവദിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ച തന്നെ ഇവൾക്ക് വേറൊരു നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും നന്നായി പഠിക്കാൻ ഇടയാകുകയും ചെയ്തു. വീണ്ടും ഇവളുടെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ഒന്നിച്ചായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അവൾക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് അറിഞ്ഞു. അതിൻ്റെ തലേ ദിവസം വരെ ഇവൾ ഒന്നിച്ച് നടക്കുകയും സ്കൂളിൽ പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതറിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഒന്നിച്ച് നടന്നുകൊണ്ടിരുന്ന മകളാണ്. അപ്പോൾ പിറ്റേ ദിവസം വരെ ഞാൻ പറഞ്ഞു, ഇവളുടെ വാതിലിൻ്റെ അവിടെ ഇവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഏതായാലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവൾക്ക് അതിൽ നിന്ന് ആ ഒരു ചിക്കൻ ബോക്സ് ഇവൾക്ക് പിടിച്ചില്ല. അവളുടെ പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു. പിന്നെ ഇവൾക്ക് 10ാം ക്ലാസ്സിലും +1-ലും +2-ലും ഫുൾ A+ ലഭിക്കുകയും തുടർന്ന് ഇവൾക്ക് പഠിക്കാൻ സാധിക്കുകയും ചെയ്തു. ഇളയ മോൾക്കും ഇതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ ലഭിക്കുകയുണ്ടായി. പിന്നെ വർഷങ്ങളായിട്ട് എൻ്റെ കാലിന് നിലത്ത് കുത്താൻ പറ്റത്തില്ലായിരുന്നു. രാവിലെ ഏൽക്കുമ്പോഴത്തേക്ക് കാല് നിലത്ത് കുത്താൻ പറ്റാത്ത രീതിയിൽ ഉപ്പൂറ്റുവേദനയായിരുന്നു. 2024 അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത് ഞാൻ ഒരു വിധത്തിലാണ് അർത്തങ്കപ്പള്ളിയിൽ വന്ന് കയറിയത്. പക്ഷേ പിറ്റേ ദിവസം മുതൽ എൻ്റെ കാലിന് ഒരു വേദനയില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരാഴ്ചയോളം മുട്ടുവേദന നന്നായിട്ട് അനുഭവപ്പെട്ടായിരുന്നു. ആശുപത്രിയിൽ പോയി മരുന്നൊക്കെ മേടിച്ചു കഴിച്ചു. പക്ഷേ ഞാൻ മരുന്ന് ഉപയോഗിച്ചിട്ടില്ല. അത് മാതാവിൻ്റെ തൈലം പുരട്ടി ആ മുട്ടുവേദന എനിക്ക് മാറ്റിത്തന്നു. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് കാറിൽ യാത്ര ചെയ്യുന്നുള്ള 3 വാഹന അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ മാതാവ് പരിപൂർണമായി സംരക്ഷിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മയുടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഞങ്ങളുടെ അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ പോയി അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും അവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടും ഞങ്ങളെക്കൊണ്ടാകാവുന്ന രീതിയിൽ സാമ്പത്തികമായിട്ടും ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാസത്തിൽ 10 പൊതിച്ചോറെങ്കിലും കെട്ടിക്കൊടുക്കുവാനായിട്ടും എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്ക് പത്രം മേടിച്ച് ബസ് സ്റ്റാൻഡിലും പിന്നെ ഓരോ വീടുകൾ കയറി ഇറങ്ങിയും ഞാൻ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ഒരു ദിവസം പോലും പള്ളിയിൽ പോകാതെ ഇരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഒരു ദിവസം പോലും മുടക്കം വരാതെ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റിയില്ലെങ്കിലും മാസത്തിൽ 1 എനിക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നുണ്ട്.
കുടുംബ പ്രാർത്ഥനയിലും വചനം വായിക്കുന്നതിലും ഈശോ എന്നെ ഒത്തിരി അനുഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി പറയുന്നു.